ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഒരു ക്യാബേജിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ. ഈ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സവാള അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്യാബേജ് ഞാൻ ഗ്രേറ്ററിൽ വെച്ച് എടുത്തതാണ്, കൈകൊണ്ട് അരിഞ്ഞെടുത്തതല്ല. ഇനി ഇതിലേക്ക് ഈ എടുത്ത് വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ മഞ്ഞൾ പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലാതെയാണ് ഇത് വയ്ക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാമേ. വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൽ അടച്ചു വെച്ച് കൊടുക്കാമേ. ഇടയ്ക്കിത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇതൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനിടയുണ്ട്. അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. ഇത് വെന്തിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തോരനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ക്യാബേജ് തോരന് നല്ല ടേസ്റ്റാണ്. ഇതിൽ ഇഞ്ചിയൊക്കെ ചേർത്തുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇത് മതിയേ. തോരന് ഇതിലേക്ക് സെർവ് ചെയ്യുവാണ്. ഇത് ഇതിലേക്ക് മാറ്റാവേ തോരന്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇഞ്ചിയൊക്കെ ചേർത്തോണ്ട് നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.